നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഭിഷേക് അനീഷിനെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് ശരിയാണോ? ശരിയല്ല. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റൂല. നീ ഇത് അഭിഷേകിനോട് ചോദിക്കണം. ചോദിച്ചേ പറ്റുള്ളൂ. ഇല്ല, ഞാൻ ചോദിക്കില്ലമ്മേ. അന്ന് ആക്സിഡന്റ് സംഭവിക്കാതിരുന്നെങ്കിൽ കുട്ടന് ഈ വിധി ഉണ്ടാവോ? ആ അപകടം ഒരു സ്വാഭാവിക അപകടം അല്ലെന്ന് കുട്ടൻ നിരന്തരം കാണുന്ന സ്വപ്നങ്ങളിൽ നിന്ന്, ആ സ്വപ്നങ്ങൾ കാണുമ്പോൾ കുട്ടൻ പറയുന്ന അവ്യക്തമായ വാക്കുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതൊരു ചതിയായിരുന്നു. ആ അപകടം കൊണ്ട് അത് അവസാനിച്ചിട്ടില്ല. കുട്ടനെ ലക്ഷ്യം വെച്ച ശത്രുക്കളുടെ ചതി പ്രവർത്തനങ്ങള് ഇപ്പോഴും ഈ കുടുംബത്തിൽ നടക്കുന്നുണ്ട്. എന്നുവെച്ചാ വ്യക്തമായിട്ടൊന്നും പറയാറായിട്ടില്ല ഗോപു. പക്ഷേ മറഞ്ഞിരുന്ന് ചതിപ്രയോഗങ്ങൾ നടത്തുന്നവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ ഞാൻ കണ്ടുപിടിക്കും. അത് അത്യാവശ്യം. കുട്ടാ വാ. അനീഷേട്ടൻ എത്തിയോ? അനീഷേട്ടൻ വന്നിട്ട് എന്താ എന്നെ വിളിക്കാത്തെ? എന്താ മുഖമൊക്കെ മാടിയിരിക്കുന്നല്ലോ, സുഖമില്ലേ? എന്താടാ നിനക്കെന്താ പറ്റിയേ? എടാ ചോദിച്ചത് കേട്ടില്ലേ? എന്ത് പറ്റിയെന്ന്? ഞാൻ ഇനി ആ കമ്പനിയിലേക്ക് പോകുന്നില്ല. കമ്പനിയിലേക്ക് പോകുന്നില്ലെന്നോ? ഇല്ല, പോകുന്നില്ല. പോകാതിരിക്കാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാൻ ഇനി അവിടെ പോകുന്നില്ല, അത്ര തന്നെ. എടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നേ? പോകാതിരിക്കാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതെന്താന്നാ ചോദിച്ചേ? അമ്മയ്ക്ക് കാരണം അറിയണോ? ആ, എന്നെ അവൻ നിങ്ങളുടെ മരുമകൻ അഭിഷേക് എല്ലാ തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് എന്നെ അവൻ നാണം കെടുത്തി. എന്നോട് വളരെ മോശമായി പെരുമാറി. അഭിഷേക് നിന്നെ നാണം കെടുത്തിയെന്നോ? എന്തിന്? എന്താ അനീഷേട്ടാ, എന്താ ഉണ്ടായേ? ഞാനൊരു നല്ല കാര്യം ചെയ്തപ്പോ അവനത് ഇഷ്ടപ്പെട്ടില്ല. എടാ നീ എന്താ ചെയ്തേ? എന്റെ അമ്മ, അവിടെ കുറെ തൊഴിലാളികൾ സിസ്റ്റമാറ്റിക് അല്ലാതെ തെറ്റായ രീതിയിലാണ് ജോലി ചെയ്യുന്നേ. ഞാനത് കണ്ടുപിടിച്ച് അവന്മാരെ ശാസിച്ചു. ആ തൊഴിലാളികൾക്ക് അത് ഇഷ്ടമായില്ല. അവന്മാര് ഞാനും തമ്മിൽ തർക്കമായി. അത് കേട്ടുകൊണ്ട് അഭിഷേക് വന്നത്. അവനെ പ്രശ്നത്തിന്റെ സത്യാവസ്ഥ ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ തൊഴിലാളികളുടെ വാക്കും കേട്ട് അവർക്കൊപ്പം ചേർന്ന് എന്നെ വഴക്ക് പറഞ്ഞു. എനിക്ക് ആ കമ്പനിയിൽ ജോലി ചെയ്യാനുള്ള യോഗ്യത ഇല്ലാന്ന്, അഞ്ജിത മുതലാളിയുടെ മകന്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയതെന്ന് പറഞ്ഞ് ആ തൊഴിലാളികൾ എന്നെ പരിഹസിച്ചു. അപ്പോഴും അഭിഷേകില്ലേ, അവർക്കെതിരെ ഒന്നും പ്രതികരിച്ചില്ല. ഇതെനിക്ക് വല്ലാത്ത അപമാനം തന്നമ്മേ. അല്ല, ആ തൊഴിലാളികൾ പറഞ്ഞത് ഒരു കണക്കിന് ശരിയാണല്ലോ. അഞ്ജിത പൊന്നാരൻ തോട്ടത്തിലെ മരുമകളായതുകൊണ്ടാണല്ലോ അനീഷേട്ടന് ഈ ജോലി കിട്ടിയത്. മഞ്ജു, ദേ നീ അവരെ പോലാണോ എന്നോട് സംസാരിക്കുന്നത്? ആണോന്ന്? അല്ല അനീഷേട്ട. മഞ്ജു നിർത്ത്. നീ എന്താ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നോക്കുകയാണോ? ഒരാള് ദേഷ്യപ്പെട്ടിരിക്കുമ്പോ അയാളുടെ ദേഷ്യം കൂട്ടാനാണോ നീ നോക്കുന്നേ? എടാ, അഞ്ജിത അവിടുത്തെ മരുമകളായതുകൊണ്ടാ നിനക്ക് ആ കമ്പനിയിലെ ജോലി കിട്ടിയതെന്നല്ലേ തൊഴിലാളികൾ പറഞ്ഞത്? അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞത്. തൊഴിലാളികൾ നിന്നെ ഈ വിധത്തിൽ തരം താഴ്ത്തി സംസാരിച്ച വിവരം നീ അഭിഷേകിനോട് പറഞ്ഞോ? ഇല്ലെങ്കിൽ അവനത് കേട്ടോ? അത് അഭിഷേക് കേട്ടില്ല. അത് നീ എന്താ അവനോട് പറയാത്തെ? പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ അപമാനിച്ച തൊഴിലാളികളെ അഭിഷേക് അപ്പൊ തന്നെ പിരിച്ചുവിട്ടേനെ. അതിന് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കാതെ തൊഴിലാളിയുടെ ഒപ്പം ചേർന്ന് അഭിഷേകിനെ വഴക്ക് പറയായിരുന്നല്ലോ.
തൊഴിലാളികളെ കുടുംബാംഗങ്ങളെ പോലെ കാണണമെന്നും പറഞ്ഞ് അഭിഷേക് എന്നെ കൊണ്ട് അവരോട് മാപ്പ് പറയിപ്പിക്കാൻ ശ്രമിച്ചു. ഇനി പറ, ഞാൻ ചെയ്ത് തെറ്റാണോ? അനീഷേ, ഇനി നീ ആ കമ്പനിയിൽ എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി തന്നെ നിന്നെ അഭിഷേക് തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത് ശരിയായില്ല. നിന്നെ അപമാനിച്ചത് എന്നെ അപമാനിച്ചതിന് തുല്യ. ഞാൻ അഞ്ജിതയെ വിളിക്കട്ടെ. അവളെ കൊണ്ട് അഭിഷേകിന് ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അതൊക്കെ വേണോ അമ്മേ? വേണം. അഞ്ജിത എന്ത് ചെയ്യാന്? അവക്കവിടെ യാതൊരു വിലയില്ല. അവള് വിചാരിച്ച അവിടെ ഒരു ചുക്ക് സംഭവിക്കാനും പോകുന്നില്ല. ഹലോ അമ്മേ, പറയമ്മേ. എടി, നീ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞോ? എന്ത് കാര്യം? നിന്റെ ഭർത്താവ് അഭിഷേക് കമ്പനിയിൽ തൊഴിലാളികളുടെ മുന്നിൽ വെച്ച് അനീഷിനെ അപമാനിച്ചു. അമ്മ എന്താ പറഞ്ഞ? ഞാൻ പറയാം. ഇതൊക്കെയാ അവിടെ നടന്നത്. നീ പറ, അഭിഷേക് അനീഷിനെ അത്രയും പേരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തിയത് ശരിയാണോ? ശരിയല്ല. ഇതങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റൂല. നീ ഇത് അഭിഷേകിനോട് ചോദിക്കണം. ചോദിച്ചേ പറ്റുള്ളൂ. ഇല്ല, ഞാൻ ചോദിക്കില്ലമ്മേ. അതെന്താടി നിനക്ക് ചോദിച്ച? അമ്മേ, അഭിഷേകിന്റെ ഒരു ഓഫീസ് കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. മാത്രമല്ല, അനീഷേട്ടൻ ജോലിക്ക് കയറിയത് എന്നോട് ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും എന്നോട് പറയേണ്ട കാര്യമല്ല. അവിടെ നിന്ന് കിട്ടുന്നത് എന്താന്ന് വെച്ചാ വാങ്ങിച്ചോ. മാത്രമല്ല, എനിക്കിവിടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ അനീഷേന്റെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. അഞ്ജു, അഞ്ജിത എന്താ പറഞ്ഞേ? എന്റെ മോള് ഇന്ന് വരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ഇതെല്ലാം ആ ദേവികയുടെ കുറ്റവാ. എന്തിനാ വെറുതെ ദേവികയെ കുറ്റം പറയുന്നേ? ദേവിക കാരണമല്ലേ അനീഷേട്ടന് ആ കമ്പനി ജോലി കിട്ടിയത്. അത് മറക്കരുത്. ഒരു ദേവിക, അവള് കാരണം ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ. അഞ്ജിത എന്നോട് ഇങ്ങനെയൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ദേവികയായിരിക്കും അവളെ ക്ലാസ് കൊടുത്ത് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. ദേവികയെ പുറത്താക്കി എന്റെ മോളെ അവിടുത്തെ റാണിയാക്കണം. ഈ സുലോചന അത് നടത്തിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.